വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാലിനിയും കൂട്ടി കുടുംബശ്രീയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുകയാണ് വിഷ്ണു. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഒരു രാത്രി ഇവിടെ തങ്ങിയിട്ട് പോകാമായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വരവല്ലേ ഇത്. അന്നേരം ചിരിച്ച് വിഷ്ണു പറയുകയാണ്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലമ്മേ, വീട്ടിൽ നിന്ന് പെട്ടെന്ന് മുങ്ങിയതാണ്, അമ്മയോട് പോലും പറഞ്ഞില്ല. പിന്നെ സ്വന്തം അമ്മയെ കാണണമെന്നും പറഞ്ഞ് ഒരാൾ കുഞ്ഞാവയെ പോലെ കണ്ണു നിറച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അന്നേരം അടക്കി ചിരിക്കുകയാണ് ശാരദാമ്മയും ശ്യാമയും ശാരികയും ഒക്കെ. ഇത് കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ശാലിനി. അന്നേരം ശ്യാമ പറയുകയാണ്, അതിലും ചെറിയൊരു കുഞ്ഞാവ് ഇവിടെയുണ്ട്, പക്ഷെ ആർക്കും ഒരു മൈൻഡില്ല. അത് കേട്ട് മിണ്ടാതിരിക്കടിയെന്നും പറഞ്ഞ് ശ്യാമയെ നുള്ളുന്നു ശാരദാമ്മ. അപ്പോൾ അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ശരി മക്കളെ, രണ്ടാളെയും വിരുന്നിന് വിളിക്കാനായിട്ട് ഞാൻ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരി, പറഞ്ഞേക്കാന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് വിഷ്ണു. അന്നേരം ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച ശേഷം ശാലിനിയും യാത്ര ചോദിക്കുകയാണ്. വണ്ടിയിൽ കയറിയ ശേഷം ശാലിനി വിഷ്ണുവിന് താങ്ക്സ് പറയുകയാണ്. എന്താന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ചിരിച്ച് ശാലിനി പറയുകയാണ്, ഇന്നിവിടെ എന്നെ കൊണ്ടുവന്നതിന്. അത് കേട്ട് വിഷ്ണു ഉറക്കെ ചിരിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതിനെ ഇത്ര വലിയ സന്തോഷമൊന്നും വേണ്ട, ഇതിന് വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ. അന്നേരം വിഷ്ണു പറയുകയാണ്, ഓ ശരി, വരവ് വെച്ചിരിക്കുന്നു, അപ്പോൾ പിടിച്ചിരുന്നോളിനെ എന്ന് പറഞ്ഞ് വണ്ടി എടുക്കുകയാണ് വിഷ്ണു. അവർ പോയ ശേഷം ശാരദാമ്മ പറയുകയാണ്, എങ്ങനെയൊക്കെയോ നടന്ന കല്യാണമാണെങ്കിലും പയ്യൻ നല്ലവനാണെന്ന് തോന്നുന്നു. ഈശ്വര, എല്ലാം നന്നായിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ശാരദാമ്മ. അതേസമയം വിഷ്ണുവും ശാലിനിയും പോകുന്ന വഴിക്ക് വീണ്ടും താങ്ക്സ് പറയുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, ഇതൊരു തവണ പറഞ്ഞതല്ലേ, പിന്നെയും പിന്നെയും ഇതെന്തിനാ പറയുന്നത്. അന്നേരം ശാലിനി പറയുകയാണ്, ഞാൻ എങ്ങനെയാണ്, എനിക്ക് ആരെങ്കിലും നല്ലത് ചെയ്താൽ ഞാൻ ഒരിക്കലും മറക്കില്ല, എൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. അന്നേരം ഉള്ളിൽ വിഷ്ണു കരുതുകയാണ്, ഞാൻ ചെയ്ത എന്തെല്ലാം നല്ല കാര്യങ്ങൾ നീ ഒറ്റയടിക്കങ്ങ് മറന്നുപോയി. എന്നിട്ടാണ് ഈ വാചകമടി, നല്ല സ്വഭാവം എന്ന് പറയുകയാണ് വിഷ്ണു. ശാലിനി പറയുകയാണ്, നാളെ ഞാൻ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചതാണ്, ഇന്ന് രാത്രി തന്നെ പോകാൻ പറ്റിയത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ ചെല്ലുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ എൻ്റെ പാവമമ്മ വിഷമിച്ചിരുന്നേനെ. ഓ സന്തോഷം, ഏതായാലും ഇപ്പോൾ ഇയാൾക്ക് വാരി ഊട്ടി കൊടുക്കാൻ പറ്റിയല്ലോ അല്ലേന്ന് ചോദിക്കുന്നു വിഷ്ണു. ശാലിനി പറയുകയാണ്, പരിഹസിച്ചതാണെന്ന് മനസ്സിലായി, എന്നാൽ നിങ്ങൾ പണക്കാർക്ക് ഇതുപോലെയുള്ള സോഫ്റ്റ് സെന്റിമെന്റ്സ് ഒന്നും മനസ്സിലാകില്ല, ഞങ്ങൾ പാവം വികാരജീവികളാണ്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, എടോ, ആര് പറഞ്ഞു മനസ്സിലാകില്ല എന്ന്? പണ്ടൊക്കെ എനിക്കും എൻ്റെ അമ്മ വാരി തരാറുണ്ടായിരുന്നു, അതും ഈ പ്രായത്തില്. ഇപ്പോഴാണ് അതെല്ലാം ഇല്ലാതായത് എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഓ അതിനിപ്പോൾ ഞാനാണോ കാരണക്കാരി? വിഷ്ണു പറയുകയാണ്, അയ്യയ്യോ എൻ്റെ പൊന്നുമോളെ, വെറുതെ വഴക്കിന് വരല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഏതായാലും ഇയാൾക്ക് ഇയാളുടെ ആഗ്രഹം പോലെ ഇന്നീ രാത്രി തന്നെ തൻ്റെ അമ്മയെ കാണാൻ പറ്റിയല്ലോ, പരസ്പരം വാരി കൊടുക്കുകയും ചെയ്തു, അത് തന്നെ വലിയ സന്തോഷം. ആ വിഷയം കഴിഞ്ഞു, പോരേന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ദേ, ഈ വാരി കൊടുത്ത കാര്യം തന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. വീണ്ടും കളിയാക്കുകയാണ് വിഷ്ണു. ശരി, എങ്കിൽ വാരി കൊടുത്തില്ല, എന്തായാലും ഇയാൾക്ക് സന്തോഷമായല്ലോ. ശാലിനി പറയുകയാണ്, ഏതായാലും ഞാൻ വിചാരിച്ചത്ര മോശക്കാരനൊന്നുമല്ല ഇയാളെന്ന് എനിക്ക് മനസ്സിലായി, ചെറിയ മനുഷ്യപ്പറ്റൊക്കെയുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, ആണോ, ഇയാളോട് ആരാ എന്നെപ്പറ്റി വേണ്ടാത്തതൊക്കെ വിചാരിക്കാൻ പറഞ്ഞത്? ഏതായാലും ഇതിലൊരു ഗുണപാഠമുണ്ടെന്ന് ഇയാൾ കരുതിക്കോ. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേ എപ്പോൾ, എന്തിന്, എങ്ങോട്ട് എന്നൊന്നും ഇനി മേലെ ചോദിക്കാൻ പാടില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഇയാൾക്ക് ഗുണമേ ഉണ്ടാകുകയുള്ളൂ, ഇന്ന് ഉണ്ടായ പോലെ എന്ന് പറയുന്നു വിഷ്ണു. വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണു റോഡരികിൽ പൂക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരമ്മയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഇതെന്തിനാ ഇവിടെ നിർത്തിയത്? അന്നേരം വിഷ്ണു പറയുകയാണ്, ചേടാ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞതങ്ങോട്ട് നാവ് വായിലേക്ക് ഇട്ടതല്ലേ ഉള്ളൂ, എന്തിന് ഏതിന് എന്നൊന്നും ചോദിക്കരുത്. അല്ല, അത് ഞാൻ എന്നൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ആ അമ്മ ചോദിക്കുകയാണ്, എന്താ മോനെ, പൂ വേണമോ, എത്രയാ വിലയെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ 5 മുഴം 50 എന്ന് പറയുകയാണ്. അന്നേരം ചിരിച്ച് വിഷ്ണു പറയുകയാണ്, ഞാൻ ചോദിച്ചത് 1 മുഴത്തിൻ്റെയല്ല, ആയിരിക്കുന്ന മൊത്തം പൂവിൻ്റെയാണ്. ഇപ്പോൾ മോൻ മൊത്തം പൂവും വാങ്ങാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ മുത്തശ്ശി, വില പറ എന്ന് പറയുന്നു വിഷ്ണു. ഇത് മൊത്തം മുറിച്ചു വിറ്റാൽ 1500 രൂപ കിട്ടും, മോൻ മൊത്തം വാങ്ങിക്കുന്നത് കൊണ്ട് 1300 തന്നാൽ മതി. അതെ മുത്തശ്ശി, നഷ്ടമൊന്നും സഹിക്കേണ്ട, 1500 തന്നെ തന്നേക്കാം, മൊത്തം ഇങ്ങെടുത്തോ എന്ന് പറഞ്ഞ് കാശ് കൊടുക്കുകയാണ് വിഷ്ണു. വലിയ ഉപകാരം മോനെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, അല്ല, എന്തിനാ ഇത്രയും പൂവുമൊക്കെ? ചേടാ, വീണ്ടും എന്തിനെന്ന് ചോദിക്കുകയാണോ എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കി കണ്ണുരുട്ടുകയാണ് വിഷ്ണു.
എൻ്റെ കുഞ്ഞെ എന്ത്, ഏതിന്, എപ്പോഴ്, എന്തുകൊണ്ട് എന്നിങ്ങനെയൊന്നും എന്നോട് ചോദിക്കല്ല്, മനസ്സിലായോ പ്ലീസ് എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അതേസമയം പൂ വാങ്ങി വണ്ടിയിൽ വയ്ക്കുകയാണ് ശാലിനി. വീണ്ടും ആ മുത്തശ്ശി പറയുകയാണ്, മോൻ ആവശ്യമുണ്ടായിട്ടല്ല ഇത്രയും പൂ വാങ്ങിയതെന്ന് എനിക്കറിയാം. മുത്തശ്ശിയെ സഹായിക്കാൻ വേണ്ടിയാണ് അല്ലേ മോനെ എന്ന് ചോദിക്കുമ്പോൾ ചിരിക്കുകയാണ് വിഷ്ണു. എന്നിട്ട് ശാലിനിയോട് പറയുകയാണ്, മോള് ഭാഗ്യവതിയാണ്. ഇത്രയും കരുണയും സന്മനസ്സുമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ. ദീർഘസുമംഗലി യോഗവും സന്താനഭാഗ്യവും ഒക്കെ ഉണ്ടാവും. അച്ചിട്ടമാണെന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. പെട്ടെന്ന് ചിരിച്ച് വിഷ്ണു പറയുകയാണ്, അപ്പോൾ ശരി മുത്തശ്ശി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വണ്ടി എടുക്കുന്നു. തുടർന്ന് വണ്ടിയിലിരുന്ന് വിഷ്ണു പറയുകയാണ്, ഇയാളുടെ ഒറ്റ സംശയത്തിന് ഞാനിപ്പോൾ മറുപടി പറഞ്ഞേക്കാം. എന്തിനാണ് ഇത്രയും പൂവെന്ന്? ഈ നവദമ്പതിമാരാണല്ലോ നമ്മള്, അതും ഹണിമൂൺ പീരീഡ്. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ കുറച്ച് പൂവ് അല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. മിണ്ടാതിരിക്കുന്ന ശാലിനിയോട് വീണ്ടും വിഷ്ണു ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മുല്ലപ്പൂവിൻ്റെ മണം? വേറൊരു മൂഡ് വരുന്നത് പോലെ തോന്നുന്നില്ലേ? അന്നേരം ശാലിനി പറയുകയാണ്, ദേ ഇയാൾ മിണ്ടാതിരുന്ന് വണ്ടി ഓടിക്ക്. ദേ എനിക്കങ്ങനെ വലിയ മൂഡൊന്നും തോന്നുന്നില്ല. അല്ല, എന്താ ഇയാളുടെ ഉദ്ദേശം? ഒരു താങ്ക്സ് പറഞ്ഞത് മുതലെടുക്കുവാണോ? എന്ത് മുതലെടുപ്പ്? ഞാൻ വെറുതെ ജോളിയായിട്ട് വണ്ടി ഓടിക്കുകയല്ലേ. വീണ്ടും പാട്ടൊക്കെ പാടി വണ്ടി ഓടിക്കുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവിൻ്റെ പാട്ട് കേട്ട് ശാലിനി മനസ്സിൽ കരുതുകയാണ്, മയങ്ങാനങ്ങ് വന്നേക്ക്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതേസമയം സത്യഭാമയുടെ വീട്ടിൽ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സുസ്മിത പറയുകയാണ്, രണ്ടും കൂടി ഇത് ഇങ്ങോട്ട് പോയി, അതും ഈ രാത്രിയിൽ. അതേസമയം വിഷ്ണുവും ശാലിനിയും അങ്ങോട്ടത്തേക്ക് എത്തുകയാണ്. കയ്യിലൊരു കൊട്ട പൂവുമായി ഇറങ്ങുന്ന ശാലിനിയെ നോക്കുകയാണ് സുസ്മിത. രണ്ടുപേരും കൂടി അകത്തേക്ക് കയറാനായിട്ട് പോകുമ്പോൾ കൈവച്ച് തടയുകയാണ് സുസ്മിത. എന്നിട്ട് ചോദിക്കുകയാണ്, രണ്ടും കൂടി ഈ രാത്രിയിൽ എവിടേക്കാണ് പോയത്? കളിയാക്കി തന്നെ വിഷ്ണു പറയുകയാണ്, അതിപ്പോൾ ഇവിടെ ബോധിപ്പിക്കണം എന്ന് പറയുകയാണ് സുസ്മിത. കളിയാക്കി തന്നെ വിഷ്ണു പറയുകയാണ്, അതെന്താന്ന് വെച്ചാലേ അമേരിക്കയിൽ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മോൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവൻ ഇവിടത്തെ എയർപോർട്ടിൽ വന്നപ്പോഴേ എന്നെ വിളിച്ചിരുന്നു, അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്നും പറഞ്ഞിരുന്നു. നാളത്തെ ഫ്ലൈറ്റിൽ തന്നെ അവൻ അമേരിക്കയ്ക്ക് തിരിച്ചു പറക്കാനുള്ളതാണേ. അതുകൊണ്ടാണ് രാത്രിയിൽ വണ്ടി എടുത്തു പോയതേ എന്ന് പറയുന്നു വിഷ്ണു. അന്നേരം സുസ്മിത ചോദിക്കുകയാണ്, ഞാൻ അറിയാത്ത ഏത് കുഞ്ഞമ്മയുടെ മോൻ? വീണ്ടും കളിയാക്കി വിഷ്ണു പറയുകയാണ്, പറഞ്ഞാൽ നീ അറിയും, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റേ. സംശയമുണ്ടെങ്കിൽ നീ എൻ്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. വാ ശാലിനി, പോകാമെന്നും പറഞ്ഞ് ശാലിനിയും കൂട്ടി അകത്തേക്ക് കയറുകയാണ് വിഷ്ണു. ശാലിനി ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ആ കുട്ടയിൽ നിന്നും ഒരു മുഴം പൂവെടുത്തിട്ട് വീണ്ടും സുസ്മിതയുടെ അടുത്തേക്ക് വരികയാണ് വിഷ്ണു. എന്നിട്ട് പറയുകയാണ്, ഈ അടുത്തിടെ കല്യാണം കഴിച്ച 2 നവദമ്പതികളാണ് ഞങ്ങൾ. ഇപ്പോൾ ഈ രാത്രിയിൽ നക്ഷത്രങ്ങളെയും നിലാവിനെയും ഒക്കെ കണ്ട് ഈ കടൽക്കരയിൽ ചുറ്റിയടിച്ചിട്ടൊക്കെ വരുമ്പോഴേ ഒരു പ്രത്യേക റൊമാൻറ്റിക് മൂഡിലേക്കായി. അതുകൊണ്ടാണ് ഈ പൂവൊക്കെ വാങ്ങി വന്നത്. ഇനിയെങ്കിലും നിനക്കത് മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കാൻ തോന്നിയില്ലെങ്കിലേ ഐ ആം വെരി സോറി. പിന്നെ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഗുഡ് നൈറ്റ്. പിന്നെ ശാലിനി ഇനിയും എന്നെ കാത്തിരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് പൂവൊക്കെ മണപ്പിച്ച് നാണത്തോടു കൂടി അകത്തേക്ക് കയറുകയാണ് വിഷ്ണു. തുടർന്ന് കയ്യിൽ പൂവൊക്കെ ചുറ്റി കട്ടിലങ്ങനെ കാത്തിരിക്കുകയാണ് വിഷ്ണു. അതേസമയം കുളി കഴിഞ്ഞു വന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തല തോർത്തുകയാണ് വിഷ്ണു. കണ്ണാടിയിൽ കൂടി ശാലിനി നോക്കുമ്പോൾ വിഷ്ണു അങ്ങനെ പൂവൊക്കെ മണപ്പിച്ചിരിക്കുന്നത് കാണുന്നു. വിഷ്ണുവിൻ്റെ നോട്ടം കണ്ട് ശാലിനി കരുതുകയാണ്, ഇയാളുടെ നോട്ടം അത്ര ശരിയല്ലല്ലോ, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം വന്ന് വെള്ളമൊഴിച്ചു കുടിക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനിയെ വന്ന് അടിമുടി നോക്കുകയാണ് വിഷ്ണു നോക്കുന്നത് കൊണ്ട് സാരിയൊക്കെ നേരെ ചുറ്റുകയാണ് ശാലിനി. ഇയാൾ കിടക്കുന്നില്ലേന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, കിടക്കണം. അത്രയും പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശാലിനിയെ വലിച്ച് കട്ടിലേക്ക് ഇടുകയാണ് വിഷ്ണു. ശാലിനിയും വിഷ്ണുവും പരസ്പരം കുറേ നേരം അങ്ങനെ നോക്കിക്കിടക്കുകയാണ്. പെട്ടെന്ന് പരിസരം ഓർമ്മ വന്ന പോലെ ശാലിനി ചാടി എഴുന്നേൽക്കുകയാണ്. ഇയാൾ എന്തായി കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, വെറുതെ ചുമ്മാ. ഇന്ന് നിലത്തല്ല ബെഡിൽ കിടക്കാമെന്ന് വിചാരിച്ചു. ആകെ പരിഭ്രമിച്ച് ശാലിനി ചോദിക്കുകയാണ്, ഓഹോ അതിനാണല്ലേ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത്? ചിരിച്ച് വിഷ്ണു പറയുകയാണ്, എടോ ഈ അമ്മയടക്കമുള്ള എല്ലാവർക്കും നമ്മൾ അടുക്കരുതെന്നാണ് ആഗ്രഹം. ഈ സുസ്മിതയെയും അമ്മ എവിടെ താമസിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവരുടെ കണ്ണൊന്ന് കെട്ടണ്ടേ എന്ന് എനിക്കൊരു തോന്നല്. ആകെ പേടിച്ച് മനസ്സിലായില്ല എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം ചിരിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, ഇതിൽ കൂടുതലിപ്പോൾ എന്തു മനസ്സിലാകാനാണ്? അടച്ചിട്ട ഒരു റൂം, നമ്മളാണെങ്കിൽ താലി കെട്ടിയ ദമ്പതിമാരും. അപ്പോൾ നമുക്കിവിടെ നമ്മുടേതായിട്ടൊരു സ്വർഗം പണിതുകൂടെ?
എന്തേ പറ എന്ന് ശാലിനി ഒന്ന് നോക്കി പറയുകയാണ് വിഷ്ണു. അന്നേരം ബെഡിൽ നിന്നും എഴുന്നേൽക്കുകയാണ് ശാലിനി. എന്ന് വെച്ചാലെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വീണ്ടും വിഷ്ണു പറയുകയാണ്, എൻ്റെ അമ്മോ, ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് തെളിച്ച് പറയുക? ശാലിനിയെ ചേർത്ത് പിടിച്ച് വിഷ്ണു പറയുകയാണ്, നമ്മുടെ ആദ്യ രാത്രിക്ക് നമ്മൾ തന്നെ മുൻകൈ എടുക്കണമെന്ന്. എന്നോടുള്ള പിണക്കവും പരിഭവമൊക്കെ ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കാതെ മാറ്റണോന്ന് ശാലിനി ചോദിക്കുമ്പോൾ മാറ്റണം, മാറ്റിയേ പറ്റൂ എന്ന് പറയുകയാണ് വിഷ്ണു. എനിക്ക് എന്ന് പറഞ്ഞ് വിൽക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, പറ, എന്തു പറ്റി? എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ് ശാലിനി. അന്നേരം വീണ്ടും ശാലിനിയെ വലിച്ച് തന്നിലേക്ക് അടുപ്പിക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കാതെ ചേർന്ന് നിൽക്കുകയാണ് ശാലിനി. വിഷ്ണു ചോദിക്കുകയാണ്, അത്രയുള്ളോ? എന്നാൽ ഞാൻ പേടിയങ്ങ് മാറ്റിത്തരട്ടെ. എങ്ങനെയാന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക്, അപ്പോൾ പേടി മാറിക്കോളും എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കുകയാണ് ശാലിനി. അതിനുശേഷം ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ് വിഷ്ണു. വിഷ്ണു ചോദിക്കുകയാണ്, ഇപ്പോൾ പേടി പോയോ? കുറച്ച് എന്ന് ശാലിനി പറയുമ്പോൾ ശാലിനിയുടെ മുഖം കൈയിലേക്ക് എടുക്കുകയാണ് വിഷ്ണു. ഇപ്പോഴൊന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി എന്ന് ശാലിനി പറയുന്നു. അതിനുശേഷം ശാലിനിയുടെ നെറ്റിൽ ചുംബിക്കുകയാണ് വിഷ്ണു. ഇപ്പോഴോന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കുറച്ചുകൂടി കുറഞ്ഞു എന്ന് ശാലിനി പറയുന്നു. പേടി മുഴുവനായിട്ട് ഞാൻ മാറ്റിത്തരട്ടെ എന്ന് പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ് വിഷ്ണു. പെട്ടെന്ന് ഓർമ്മയിൽ നിന്നും ഉണരുകയാണ് സുസ്മിത. നോ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല, സംഭവിക്കാൻ സമ്മതിക്കില്ല ഈ സുസ്മിത എന്ന് പറഞ്ഞ് ഫാമാൻറ്റി എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചോടുകയാണ് സുസ്മിത. ഇതൊക്കെ സുസ്മിത ഓർത്ത കാര്യങ്ങളായിരുന്നു ഇത്രയും നേരം നമ്മൾ കണ്ടത്. അതേസമയം റൂമിൽ വിഷ്ണുവിനെ നോക്കിയിരിക്കുകയാണ് ശാലിനി. എവിടെ പോയി? ഇനിയിപ്പോൾ മുല്ലപ്പൂവൊക്കെ ചുറ്റി കാമദേവനായിട്ട് വരാനുള്ള പുറപ്പാടാണോ? ദൈവമേ എന്നും പറഞ്ഞ് വിഷ്ണു വരുന്നുണ്ടോയെന്ന് നോക്കുകയാണ് ശാലിനി. അതേസമയം വിഷ്ണു റൂമിലേക്ക് വരികയാണ്. വിഷ്ണു ഒരു കൈ പുറകിലേക്ക് ഒളിപ്പിച്ചിട്ടുണ്ട്. ശാലിനി എത്തി നോക്കുന്നു. ഇനി എന്താണോ അത്? മുല്ലപ്പൂവാണോ? അതിനുശേഷം വാതിലടച്ച് ചിരിച്ച് കുറ്റിയിടുകയാണ് വിഷ്ണു. അത് കണ്ടെന്ന് പേടിക്കുകയാണ് ശാലിനി. ശാലിനി കരുതുകയാണ്, ഈശ്വര, ഇത് തന്നെ, അല്ലെങ്കിൽ എന്തിനാ അയാൾ കൈ മറച്ചു പിടിച്ചിരിക്കുന്നത്? വിഷ്ണു അടുത്തേക്ക് വരുംതോറും പിറകോട്ട് മാറുകയാണ് ശാലിനി. പെട്ടെന്ന് ഭിത്തിയിൽ തട്ടി ശാലിനി നിൽക്കുന്നു. വിഷ്ണു കയ്യിൽ ഒളിപ്പിച്ചു വച്ചത് മുല്ലപ്പൂ തന്നെയായിരുന്നു. ശാലിനിയെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.